ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അവർലി അനാലിസിസ് പ്രോഗ്രാമിൻ്റെ 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എച്ച് എ പിയിലെ വെതർ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് അതിലെല്ലാം സംസാരിച്ചിട്ടുള്ളത്. ഡിസൈൻ പാരാമീറ്റേഴ്സ്, ഡിസൈൻ ടെമ്പറേച്ചേഴ്സ്, ഡിസൈൻ സോളാർ സിമുലേഷൻ. ഇതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ എ സി ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്പേസിൻ്റെ ലൊക്കേഷൻ ഏതാണോ, പിന്നെ അവിടുത്തെ ഡേയ്സിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള സോളാർ ഹീറ്റിങ്സ്, ഏത് ഡയറക്ഷനിൽ നിന്നൊക്കെ ഹീറ്റ് വരാനുള്ള ഇൻഫർമേഷനാണ് ഈ ഫസ്റ്റ് പ്രോപ്പർട്ടി വെതർ പ്രോപ്പർട്ടീസ്. നമ്മൾ അടുത്ത് നോക്കണം പോകുന്ന സ്പേസ്, ഓർ പർട്ടിക്കുലർലി സ്പെസിഫിക്കലി സ്പീക്കിംഗ് നമ്മൾ ഏതൊക്കെ റൂംസ് ആണോ ഹീറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, അത് നമ്മൾ ഈ സ്പേസസ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് അബുദാബി ബാങ്ക് എന്ന് പറഞ്ഞ ഈ ബിൽഡിങ്ങിൻ്റെ ആണ് ഹീറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹീറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്പേസിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 4 ട്രെയിനിങ് റൂം, 3 ഡിസ്കഷൻ റൂം, ഒരു പാൻട്രി, ജെൻസ് ടോയ്ലറ്റ്, ലേഡീസ് ടോയ്ലറ്റ്, ബാക്കി ഒരു ലിഫ്റ്റ് ലോബി, പിന്നെ ഇത്രയും നീണ്ട ഒരു കോറിഡോറാണുള്ള. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്പേസ് കൊടുക്കാം. ന്യൂ ഡിഫോൾട്ട് സ്പേസ് പേര് കൊടുക്കാം. ഡിഫോൾട്ട് സ്പേസ് എന്നുള്ളിടത്ത് പേര് ട്രെയിനിങ് റൂം 1, ട്രെയിനിങ് റൂം 1. അവിടുത്തെ ഫ്ലോർ ഏരിയ എത്രയാണ്, ഫ്ലോർ ഏരിയ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ശരിക്കും അത് വരുന്നത് 77.8 മീറ്റർ സ്ക്വയർ ആണ്. അതാണോ നോക്കാം. 77.8 മീറ്റർ സ്ക്വയർ ആണോ നോക്കാം. മെഷർ ഏരിയ. ഈ കോളംസ് ഒമിറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് ആപ്പിൽ അത്യാവശ്യം നല്ല നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ ഇൻ്റർവ്യൂസും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആപ്പ് അത്ര തറവായിട്ട് അറിഞ്ഞിരിക്കണം. ആപ്പിൽ ഇനി സ്പേസസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ സിസ്റ്റംസ്, അതുപോലെ തന്നെ നമ്മൾ വിൻഡോസ്, വാൾ വിൻഡോ ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സും കൂടെ ഉണ്ട്. അതും കൂടെ നന്നായിട്ട് അറിയുകയാണെങ്കിൽ നമുക്ക് ആപ്പ് കോൺഫിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതെ, 76 ആക്ച്വലി വരുന്ന 77.8 ഇപ്പോൾ 76 നമുക്ക് കിട്ടിയത്. നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. ന്യൂ ഡിഫോൾട്ട് സ്പേസ്, സ്പേസിൻ്റെ പേര് ട്രെയിനിങ് റൂം 1, ഫ്ലോർ ഏരിയ വന്നിട്ട് 77.8 മീറ്റർ സ്ക്വയർ ആണ് വരുന്നത് മെഷർ ചെയ്യുമ്പോൾ. ആവറേജ് സീലിംഗ് ഹൈറ്റ് നമുക്ക് ഇപ്പോൾ ഈ ട്രെയിനിങ് റൂം 1 എന്ന് പറഞ്ഞ സ്പേസിൻ്റെ ആ റൂമിൻ്റെ സീലിംഗ് ഹൈറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് സീലിംഗ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ, ടൈൽസ് ഇട്ടിരിക്കുന്ന ഫ്ലോർ ലെവൽ മുതൽ ഫാൾ സീലിംഗ് വരെയുള്ള ഹൈറ്റിനാണ് നമ്മൾ ആവറേജ് സീലിംഗ് ഹൈറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അത് ആർക്കിടെക്റ്റിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ മേടിക്കേണ്ട സെക്ഷണൽ ഡ്രോയിങ്സ്, എലിവേഷൻ ഡ്രോയിങ്സിൽ നിന്നൊക്കെ നമുക്ക് സീലിംഗ് ഹൈറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ അതിന് പകരം ഒരു ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. ആ ഡ്രോയിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡോക്യുമെൻറ്റ്സ് സീലിംഗ് ഹൈറ്റ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ടോപ്പ് ഓഫ് സ്ലാബ്, ഇത് ബോട്ടം ഓഫ് സ്ലാബ്. അതായത് ഇപ്പോൾ ഫോൾ സീലിംഗ് ഒന്നും ഇല്ല. നമ്മൾ സാധാരണ വീട്ടിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ടൈൽസ് ഇട്ടിരിക്കുന്ന ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ. അവിടുന്ന് മേലോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് മുകളിൽ രണ്ടാമതൊരു നില ഉണ്ടെങ്കിലും ഇല്ല, മുകളിൽ ടെറസ് ആണെങ്കിലും നമ്മൾ കാണുന്ന സ്ലാബ് ആയിരിക്കും. അതാണ് ബോട്ടം ഓഫ് സ്ലാബ്. അങ്ങനെയെങ്കിൽ ഉള്ള ഹൈറ്റാണ് ഇത്. സാധാരണ ഓഫീസ് സ്പേസിൻ്റെ അകത്തൊക്കെ ഒരു ഫോൾ സീലിംഗ് കൂടെ വരും. ആ ഫോൾ സീലിംഗിൻ്റെ അകത്താണ് നമ്മുടെ ഡക്റ്റുകളും, പിന്നെ അതുപോലെ FCUൻ്റെ AC യുടെ മെഷീൻസും, പിന്നെ ക്ലീൻ ബോക്സും ഫ്ലെക്സിബിൾ ഡക്റ്റ് പോലെയുള്ള എല്ലാ സർവീസസും ഫോൾ സീലിംഗിൻ്റെ അകത്താണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോൾ സീലിംഗ് കൂടെ വരും. അങ്ങനെയെങ്കിൽ ആവറേജ് സീലിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ മുതൽ ഫോൾ സീലിംഗ് വരെയുള്ള ഹൈറ്റ്, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2.7 മീറ്റർ. ഒരാളുടെ ഹൈറ്റ് കൈ ഉയർത്തി പിടിക്കുമ്പോൾ ഉള്ള കംപ്ലീറ്റ് ഹൈറ്റാണ് നമ്മൾ ആവറേജ് സീലിംഗ് ഹൈറ്റ് സാധാരണ കണക്കാക്കുന്നത്. 2.7 മീറ്റർ ആണത്. ഇവിടെ ഫോൾ സീലിംഗിന് വരുന്നത് 1.2 മീറ്റർ കംപ്ലീറ്റ് സീലിംഗ് ഹൈറ്റ്. ഓവറോൾ സീലിംഗ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ ടു ഫോൾ സീലിംഗ് ആൻഡ് ഫോൾ സീലിംഗ് ടു ബോട്ടം ഓഫ് സ്ലാബ്, ഈ രണ്ട് ഹൈറ്റിൻ്റെയും കൂടെ സമം ഏതാണ്ട് 3.9 മീറ്റർ ആണ് ഓവറോൾ സീലിംഗ് ഹൈറ്റ് നമ്മുടെ ട്രെയിനിങ് റൂമിൻ്റെ അകത്ത് വരുമ്പോൾ, അതായത് ഈ സ്പേസിൽ. ഓക്കെ, ആ വാല്യൂ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ആവറേജ് സീലിംഗ് ഹൈറ്റ് 2.7 മീറ്റർ. അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ബിൽഡിംഗ് വെയിറ്റ്. ഈ കാണുന്ന ബിൽഡിംഗ് വെയിറ്റ് എന്താണെന്ന് ഇവിടെ നമുക്ക് പറയുന്നുണ്ട്. അതിൻ്റെ ഇൻഫോയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ബിൽഡിംഗ് എന്തൊക്കെ ഐറ്റംസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിമെന്റ്, അതായത് കോൺക്രീറ്റ്, കമ്പി, പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന ബീം, ബ്രിക്ക്, സ്ലാബ്, കോളംസ് എല്ലാം വരും ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെയിറ്റ് നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നതാണ് ആ ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് ഓഫ് ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിൻ്റെ വെയിറ്റ്. അതായത് 20,000 കിലോഗ്രാം വരുമെന്നിരിക്കട്ടെ ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ 20,000. എന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 50 മീറ്റർ സ്ക്വയർ ആണ്. 50/10 50 മീറ്റർ സ്ക്വയർ. അപ്പോൾ 20,000 ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ ഏരിയ ഏതാണ്ട് 400 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ഈ കണ്ട കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ ഈ യൂണിറ്റാണ് ബിൽഡിംഗ് വെയിറ്റിന് വരുന്നത്. സാധാരണ അത് നമ്മുടെ HAP അവർലി അനാലിസിസ് പ്രോഗ്രസ് സോഫ്റ്റ്വെയർ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കരുതിയിരിക്കുന്നത് 341.8 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് മീഡിയം വെയിറ്റ് ബിൽഡിംഗ്. നമുക്കിപ്പോൾ ആർക്കിടെക്റ്റിൻ്റെ കയ്യിൽ നിന്ന് ആ ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ മാത്രം നമ്മൾ ബിൽഡിംഗ് വെയിറ്റ് കൺസിഡർ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് ബിൽഡിംഗ്സ് ആണുള്ളത്. ലൈറ്റ് വെയിറ്റ് ബിൽഡിംഗ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനൊക്കെ എല്ലാം കൂടെ അത്ര വെയിറ്റേ വരുള്ളൂ. പിന്നെ മീഡിയം വെയിറ്റ് ബിൽഡിംഗ്, പിന്നെ ഉള്ള ഹെവി വെയിറ്റഡ് ബിൽഡിംഗ്. ഹെവി വെയിറ്റ് ആണെങ്കിൽ പോലും 634.7 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. നമുക്കിപ്പം പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മീഡിയം വെയിറ്റഡ് ബിൽഡിംഗ് 341.8 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ വാല്യൂ ഇട്ട് കൊടുക്കാം. അടുത്ത ഒരു പ്രധാന കൺസെപ്റ്റാണ് ഔട്ട്സൈഡർ വെന്റിലേഷൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. ഔട്ട്സൈഡർ വെന്റിലേഷൻ റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മൾ പുറത്തുനിന്ന് എത്രത്തോളം ഫ്രഷ് എയർ എടുത്തിട്ട് നമ്മുടെ സ്പേസിൽ സപ്ലൈ ചെയ്യുന്നു ഫോർ വെന്റിലേഷൻ പർപ്പസ്. അതായത് നമ്മുടെ AC എയർ കണ്ടീഷൻ വഴി നമുക്ക് സ്പേസിൻ്റെ അകത്തോട്ട് എത്തുന്നത് കോൾഡ് എയർ ആയിരിക്കും, ഫ്രഷ് എയർ, കോൾഡ് എയർ ആയിരിക്കും, ട്രീറ്റഡ് എയർ ആയിരിക്കും. പക്ഷേ നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്ക് അവിടെ വെന്റിലേഷൻ്റെ ആവശ്യം വരുന്നുണ്ട്, കുറച്ചും കൂടെ ഫ്രഷ് എയറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഒരു വ്യക്തിക്ക് അതിൻ്റെ അകത്ത് എത്ര പീപ്പിൾ ഉണ്ടോ ഓരോ പേഴ്സണും ഇത്ര ഫ്രഷ് എയർ കൊടുക്കണമെന്നുണ്ട് അഷറയുടെ സ്റ്റാൻഡേർഡ് പ്രകാരം. അതുപോലെ എത്ര ഏരിയ ആണോ ആ സ്പേസിനകത്തുള്ള, എത്ര സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ എത്ര മീറ്റർ സ്ക്വയർ ഏരിയ ആണ് ആ സ്പേസ്, അതനുസരിച്ച് നമ്മൾ ഓരോ സ്പേസിന് ഓരോ കാറ്റഗറി അനുസരിച്ച് അവിടെ കൊടുക്കേണ്ട ഫ്രഷ് എയറിൻ്റെ എമൗണ്ട് വ്യത്യാസപ്പെടുന്നുണ്ട്. അതെല്ലാം ഈ കാണുന്ന ഡേറ്റാസ് എല്ലാം നമുക്ക് മെയിൻലി നമ്മൾ എടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്, അഷറ ഹാൻഡ് ബുക്കിൽ നിന്നാണ്. അപ്പോൾ അഷറ ഹാൻഡ് ബുക്കിൽ നിന്ന് നമുക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് നോക്കാം.
ഫ്രഷ് എയർ റിക്വയർമെൻറ്റ് ഓർ ഈ പറയുന്ന പോലെ ഔട്ട്സൈഡ് എയർ വെന്റിലേഷൻ റിക്വയർമെൻറ്റ്സ്. ഫ്രഷ് എയർ റിക്വയർമെന്റ് മീൻസ് ഔട്ട്സൈഡ് എയർ സപ്ലൈഡ് ഫോർ വെന്റിലേഷൻ. നമ്മൾ പുറത്തുനിന്ന് എത്ര ഫ്രഷ് എയർ എടുത്ത് നമ്മുടെ സ്പേസിൽ കൊടുക്കുന്നു അതിനാണ് നമ്മൾ ഫ്രഷ് എയർ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ഇൻ ലിറ്റർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു പീപ്പിൾ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ഇൻ ലിറ്റർ പെർ സെക്കൻഡ് പ്ലസ് ഏരിയ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ഇൻ ലിറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു സ്പേസിൽ നമ്മൾ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏതിൻ്റെയൊക്കെ സമ്മതിക്കും, രണ്ട് വാല്യൂസിൻ്റെ സമ്മതിക്കും. പീപ്പിൾ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ആ സ്പേസിനകത്ത് വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട ഫ്രഷ് എയർ പ്ലസ് ആ സ്പേസിൽ എത്ര ഏരിയ ഉണ്ടോ അതിൻ്റെ ഫ്രഷ് എയർ രണ്ടിൻ്റെ സമ്മതിക്കും. ഫസ്റ്റ് ഐറ്റം നോക്കാം. പീപ്പിൾ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ഇൻ ലിറ്റർ പെർ സെക്കൻഡ് നമ്പർ ഓഫ് പീപ്പിൾ മൾട്ടിപ്ലൈഡ് ബൈ ആർ പി വാല്യൂ. ആർ പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഈ എക്സിലോൺ അല്ലെങ്കിൽ ഈ മറ്റേ പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന പോലെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അത് പക്ഷേ ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വാല്യൂസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രോയിങ് നോക്കാം. ഇത് നമ്മുടെ ട്രെയിനിങ് റൂമിൽ എത്ര നമ്പർ ഓഫ് പീപ്പിൾ വരാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് യു ഹാവ് ടു ഗോ ടു ക്ലാസ് HVAC എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മുടെ ഫർണിച്ചർ ലേഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഫർണിച്ചർ ലേഔട്ട്. സോറി ദിസ് ഈസ് നോട്ട് ദ ഫ്രഷ്. ഇതാണ് നമ്മുടെ ഫർണിച്ചർ ലേഔട്ട്. ക്ലോസ്. ഇതാണ്ട് 4 4 4 8 4 12 12 24 25 ആൾക്കാരാണ് ട്രെയിനിങ് റൂം 1-ൻ്റെ അകത്ത് വരാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം 25 ആൾക്കാർ അവിടെ വരും ട്രെയിനിങ് റൂമിൽ 1-ൻ്റെ ഉള്ളിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ടോട്ടൽ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ഇൻ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ പീപ്പിൾ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ഇൻ ലിറ്റർ പെർ സെക്കൻഡ് പ്ലസ് ഏരിയ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ഇൻ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. പീപ്പിൾ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പീപ്പിൾ മൾട്ടിപ്ലൈഡ് ബൈ ആർ പി വാല്യൂ എന്ന് വെച്ചാൽ പീപ്പിൾ ഔട്ടർ എയർ റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വാല്യൂസ് രണ്ട് സിസ്റ്റത്തിലും തരുന്നുണ്ട്, മെട്രിക്കൽ ഇമ്പീരിയൽ അഥവാ LPS-ലും CFM-ലും തരുന്നുണ്ട്. പക്ഷേ 62.1 ഫണ്ടമെന്റൽസിൻ്റെ അകത്ത് ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ഇതാണ് മിനിമം വെന്റിലേഷൻ റേറ്റ്സ് ഇൻ ബ്രീത്തിങ് സോൺസ് എന്ന് പറഞ്ഞിട്ട് ടേബിൾ 6.1. അതിൽ നമുക്ക് കാണാം പീപ്പിൾ ഔട്ടർ എയർ റേറ്റ് ആർ പി വാല്യൂ. നമുക്ക് ഇതെടുത്താൽ മതി, ലിറ്റർ പെർ സെക്കൻഡ് പെർ പേഴ്സൺ വാല്യൂ എടുത്താൽ മതി. നമ്മുടെ ട്രെയിനിങ് റൂം എന്ന് പറയുന്നത് ഈ ഒരു സ്പേസിൽ പെടും, ഓഫീസ് സ്പേസ്. അല്ലെങ്കിൽ താഴോട്ട് നോക്കാൻ വേണമെങ്കിൽ മിസലേനിയസ് സ്പേസസ്, റെസിഡൻഷ്യൽ, റീറ്റെയിൽ, ഓഫീസ് ബിൽഡിംഗ്, ഓഫീസ് സ്പേസ് അത് മതി. 2.5 ആണ് ലിറ്റർ പെർ സെക്കൻഡ് പെർ പേഴ്സൺ വരുന്ന ആർ പി വാല്യൂ. അപ്പോൾ അത് നമുക്ക് അതുപോലെ ഇതുണ്ടോ, ഈ ഒരു ട്രെയിനിങ് റൂം 1-ൻ്റെ അകത്ത് മൊത്തം 25 ആൾക്കാർ വരും. അപ്പോൾ 25 മൾട്ടിപ്ലൈഡ് ബൈ ഈ വാല്യൂ 2.5. അതെഴുതുക. ടോട്ടൽ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് 25 ആൾക്കാർ മൾട്ടിപ്ലൈഡ് ബൈ 2.5 ലിറ്റർ LPS പെർ പേഴ്സൺ, ലിറ്റർ പെർ സെക്കൻഡ് പെർ പേഴ്സൺ വാല്യൂ പ്ലസ് ഇനി വേറെ ഒന്നും ഏരിയ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ്. അതെന്താണെന്ന് നോക്കാം. ഏരിയ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ലിറ്റർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഫ്ലോർ ഏരിയ മീറ്റർ സ്ക്വയർ. ഫ്ലോർ ഏരിയ മീറ്റർ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ RA വാല്യൂ, RA ഓർ ലിറ്റർ പെർ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ വാല്യൂ. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, RA കൊട്ടേഷൻസിൻ്റെ അത് RA ഈസ് നോൺ ആസ് ഏരിയ. RA വാല്യൂ ഈസ് നോൺ ആസ് ഏരിയ ഔട്ട്ഡോർ എയർ റേറ്റ്. ഏരിയ ഔട്ട്ഡോർ എയർ റേറ്റ് RA ഈസ് നോൺ ആസ് ഏരിയ ഔട്ട്ഡോർ എയർ റേറ്റ് വാല്യൂസ് ഇൻ ബോത്ത് CFM പെർ ഫീറ്റ് സ്ക്വയർ. ഇമ്പീരിയൽ യൂണിറ്റ് ആണെങ്കിൽ, മെട്രിക് യൂണിറ്റ് ആണെങ്കിൽ ലിറ്റർ പെർ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. നമുക്ക് ഇതെടുത്താൽ മതി, ലിറ്റർ പെർ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓഫീസ് സ്പേസ് ആണ്. അപ്പോൾ എത്ര വരും? ആദ്യം ഫ്ലോർ ഏരിയ എഴുതാം. ഫ്ലോർ ഏരിയ നമുക്കറിയാമല്ലോ, 77.8 വരും. CFM പെർ ഫീറ്റ് സ്ക്വയർ ആൻഡ് LPS പെർ മീറ്റർ സ്ക്വയർ വാല്യൂസ്. അടുത്തത് എന്താണ്? ഏരിയ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് അതിവിടെ കൊടുക്കാം. ഏരിയ ഫ്രഷ് ഫ്ലോർ ഏരിയ എത്രയാണ്? 77.8. ഇവിടെ 77.8 മൾട്ടിപ്ലൈഡ് ബൈ ഈ വാല്യൂ ഓഫീസ് സ്പേസിന് 0.3 ലിറ്റർ പെർ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. 0.3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സം എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ടോട്ടൽ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു 25 മൾട്ടിപ്ലൈഡ് ബൈ 2.5 പ്ലസ് 77.8 മൾട്ടിപ്ലൈഡ് ബൈ 0.3 വിച്ച് ഈസ് ഈക്വൽ ടു നോക്കാം, ക്യാൻസൽ ചെയ്യുക. 25 മൾട്ടിപ്ലൈഡ് ബൈ 25 മൾട്ടിപ്ലൈഡ് ബൈ 2.5 10 പ്ലസ് 77.8 മൾട്ടിപ്ലൈഡ് ബൈ 0.3 77.8 മൾട്ടിപ്ലൈഡ് ബൈ 0.3 23.34 25 into 2.5 62.5 പ്ലസ് 23.34 85.84 ആണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഫ്രഷ് എയർ ഫ്ലോ റേറ്റിൻ്റെ വാല്യൂ. 85.84 അല്ലേ? അതെ, ഇത് വലിയൊരു വാല്യൂ എന്നല്ല, ഇതാണ് നമ്മുടെ ടോട്ടൽ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് 85.84. നമുക്ക് വേണ്ട വാല്യൂ ആണ്. അതെങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആ വാല്യൂ കൊടുത്താൽ മതി. എന്തോന്ന് 85.84 എന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ കൊടുത്താലും മതി. അത് അത്ര ലിറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ലിറ്റർ പെർ സെക്കൻഡ് ഈ രണ്ട് വാല്യൂസിൻ്റെ അത് തമ്മിൽ വെട്ടിപ്പോകും. എന്നിട്ട് നമുക്ക് ലിറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. അത്
ലിറ്റർ പെർ സെക്കൻഡ് കൊടുക്കുക. 85.84 ട്രെയിനിങ് റൂം 1. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഔട്ട് സൈഡ് റിക്വയർമെൻറ്റ് 1. ഫസ്റ്റ് കാണുന്ന ഏരിയ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് 1 പീപ്പിൾ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് രണ്ടാമത്തെ ബോക്സിൽ ഇട്ട് കൊടുത്താൽ നമുക്കിത് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വാല്യൂ 60 എന്താണ് 25 ആൾക്കാർ മൾട്ടിപ്ലൈ ബൈ 2.5 RP വാല്യൂ 62.5 അതൊന്ന് ഇട്ട് കൊടുക്കുക. 62.5 ലിറ്റർ പെർ സെക്കൻഡ് പെർ പേഴ്സൺ ആണ് 62.5. രണ്ടാമത്തെ കൊടുക്കേണ്ട RP വാല്യൂ വാല്യൂ 77.8 മൾട്ടിപ്ലൈ ബൈ 0.3 23.34 ലിറ്റർ പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ 23.34 ഓക്കെ കൊടുക്കുക. വാലിഡേഷൻ എയർ 62.5 ലിറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. വെന്റിലേഷൻ റിക്വയർമെന്റ്സ് നമ്മുടെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹീറ്റിലോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്പേസ് ഏത് കാറ്റഗറി പെടുന്നതാണ് ഈ ഇത്രയും വലിയ ലിസ്റ്റ് ചെയ്യുന്നത് നോക്കി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. RP വാല്യൂസ് അത് തന്നെ അഡ്ജസ്റ്റ് ആക്കി ഈ രണ്ട് ബോക്സിലായിട്ട് വന്നോളൂ. ഇപ്പോൾ യൂസർ ഡിഫൈൻഡ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ സ്പേസ് പെടുന്നത്. ജനറൽ കോൺഫറൻസ് മീറ്റിംഗിലാണ് പെടുന്നത്. അപ്പോൾ കണ്ട ഇവിടെ നോക്കി വാല്യൂ സെൻറ്റർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് RP വാല്യൂ 2.5 ലിറ്റർ പെർ സെക്കൻഡ് പെർ പേഴ്സൺ. ഇത് RA വാല്യൂ ഏരിയ ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് 0.3 ലിറ്റർ പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ ഓക്കെ കൊടുക്കുക. ഇത് വെന്റിലേഷൻ റിക്വയർമെന്റ്സ് ആണ്. അതായത് കൂളിംഗിന്റെ കൂടെ നമ്മൾ വെന്റിലേഷൻ കൂടെ സപ്ലൈ ചെയ്യുന്നെങ്കിൽ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കൂളിംഗ് ഉള്ള equipment ആണ് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല ഫ്രഷ് എയർ FAQ ഒക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു മെയിൻ ടോപ്പിക്കാണ് വെന്റിലേഷൻ റിക്വയർമെന്റ്സ് ഓർ ഫ്രഷ് എയർ സപ്ലൈയിങ് പ്രോപ്പർട്ടി. ഫ്രഷ് എയർ ഫ്ലോ റേറ്റ് എത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിൽ നിന്നാണ്. സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നേരത്തെ കണ്ട ഒരു വാല്യൂ 85.84 ലിറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. എന്ന് വെച്ചാൽ അത്രയും ലിറ്റർ പെർ സെക്കൻഡ് ഓഫ് ഫ്രഷ് എയർ നമ്മൾ ഈ ഒരു സ്പേസിൽ കൊടുക്കണം. നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിങ് റൂമിൽ കൊടുക്കണം. നമ്മളവിടെ വെന്റിലേഷൻ കൂടെ മെഷീൻ്റെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 85.84 ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, പക്ഷേ വേറൊരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ ഇതെല്ലാം ചെയ്യുന്നത് വെച്ചാൽ റെസിഡൻഷ്യൽ പർപ്പസസിനാണ്. നമുക്ക് ഇനിയിപ്പം വേറെ അഷറെ 170 ഉണ്ട്. അഷറെ 170 എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ലൈക്ക് ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെയൊക്കെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് സ്പെഷ്യലി ഹീറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 170 ആണ് 170 വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ പർപ്പസ് അങ്ങനെയൊക്കെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിലെല്ലാം നമ്മൾ അഷറ 62.1 സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യുന്നത്. അവിടെ 24 ഡിഗ്രി സെൽഷ്യസ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് ആംബിയന്റ് കൂൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന അതിൻ്റെ RHC കണ്ടീഷൻ വന്ന് 50%. അതേസമയം ഹോസ്പിറ്റൽ പോലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നമ്മളതല്ല ഫോളോ ചെയ്യുന്നത്. ആ ഒരു ടെമ്പറേച്ചറും RHO അല്ല ഫോളോ ചെയ്യുന്നത്. അവിടെ നമ്മൾ വെന്റിലേഷൻ ചെയ്യുമ്പോൾ ACH എയർ ചേഞ്ചസ് പെർ അവർ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. വാട്ട് ഈസ് ACH? ACH = 1 മീൻസ് എയർ ചേഞ്ചസ് പെർ അവർ അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ എന്നൊക്കെ അതിനെ പറയും. ഒരു റൂം ലെറ്റ്സ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ എൻ്റയർ വോളിയം മൊത്തം നമ്മൾ പുറത്തുനിന്നുള്ള എയർ കൊണ്ട് അതിനെ റീസൈക്കിൾ ചെയ്യണം അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യണം. ആ ഒരു കംപ്ലീറ്റ് ഏരിയ ACH = 1 മീൻസ് ദ സ്പേസ് ഈസ് റീസൈക്കിൾഡ് ദ എൻ്റയർ വോളിയം ഓഫ് ദാറ്റ് സ്പേസ് ഈസ് റീസൈക്കിൾഡ് വിത്ത് ഫ്രഷ് എയർ 1 ടൈം ഇൻ ആൻ അവർ. ഒരു മണിക്കൂറിൽ ഒരു തവണ ആ ഒരു മുറിയുടെ വോളിയത്തിനനുസരിച്ചുള്ള എയർ കൊണ്ട് നമ്മളത് അവിടുത്തെ ഫ്രഷ് എയർ സപ്ലൈ ചെയ്ത് ഫ്ലഷ് ഔട്ട് മീൻസ് റീസൈക്കിൾ ചെയ്യും. അതാണ് എയർ ചേഞ്ചസ് പെർ അവർ = 1 എന്ന് വെച്ചാൽ മീനിങ്. എയർ ചേഞ്ചസ് പെർ അവർ 4 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 4 തവണ ഒരു മണിക്കൂറിൽ 4 തവണ ആ മുറിയുടെ ടോട്ടൽ വോളിയം തത്തുല്യമായ ഫ്രഷ് എയർ കൊണ്ട് നമ്മൾ അതിനെ റീസൈക്കിൾ ചെയ്യണം. ഓക്കെ, അതാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വരുമ്പോൾ നമ്മൾ അഷറ 170 ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ വെന്റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് വെച്ചാൽ ACH ഓ എയർ ചേഞ്ചസ് പെർ അവർ എന്നുള്ള മെത്തേഡ് വെച്ച് ACH = 1 അല്ലെങ്കിൽ ACH = 4 അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ അവിടെ വെന്റിലേഷൻ ചെയ്യുന്നത്. അടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്പിൽ സ്പേസ് പ്രോപ്പർട്ടീസിൽ ട്രെയിനിങ് റൂം 1 ഏരിയ കൊടുത്തു, ഹൈറ്റ് കൊടുത്തു, ബിൽഡിംഗ് വെയിറ്റ് കൊടുത്തു, ഏത് ടൈപ്പ് റൂമാണ് സ്പേസ് ആണെന്നുള്ളത് ഔട്ട്സൈഡ് എയർ വെന്റിലേഷൻ റിക്വയർമെൻറ്റ്സിൽ കൊടുത്തു, ഓക്കെ കൊടുത്തു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റേർണൽസ് ആണ്. ഇൻറ്റേർണൽസിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഹീറ്റ് ലോഡ് ചെയ്യാൻ പോകുന്ന സ്പേസിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നു, എന്തൊക്കെ ലൈറ്റ് വരുന്നു, എന്തൊക്കെ തരം ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ് വരുന്നു, എത്ര ആൾക്കാർ വരുന്നു. ആൾക്കാരെന്ന് പറയുമ്പോൾ 2 തരം ഹീറ്റ് പുറപ്പെടുവിക്കും. സെൻസിബിൾ ആൻഡ് ലേറ്റന്റ് ഹീറ്റ്. വേർക്കൊക്കെ ചെയ്യുന്നുണ്ട്, വേപ്പറേഷൻ സംഭവിക്കുന്നുണ്ട്, ലേറ്റന്റ് ഹീറ്റ്. മിസ്ലേനിയസ് ലോഡ്, മിസ്ക് ലോഡ്സ് ഇത്രയും വരുന്നുണ്ട്. അതിൽ തന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ലൈറ്റ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, റേഡിയേഷനും കണ്ടക്ഷൻ. പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ എക്വിപ്മെന്റ്സ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പീപ്പിൾ ഹീറ്റ് നല്ല രീതിയിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ മിസ്ലേനിയസ് അല്ലാത്ത ഇതിൽ ഇലക്ട്രിക്കൽ എക്വിപ്മെന്റ്സിനൊന്നും പെടാത്ത പക്ഷേ ഹീറ്റ് ജനറേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെറ്റിൽ അല്ലെങ്കിൽ ഈ ഗ്യാസ് ബർണറൊക്കെ നല്ലപോലെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതൊക്കെയാണ് മിസ്ലേനിയസ് ലോഡ്സിൽ ഇടുന്നത്. ഓക്കെ, അതിനെപ്പറ്റി നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്റേണൽസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ സെക്ഷൻ്റെ ചിത്രം വരും. ഓവർഹെഡ് ലൈറ്റിംഗ്, ഏത് സൈസ് ലൈറ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ടാസ്ക് ലൈറ്റിംഗ്, പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്കിന് ലൈറ്റ് യൂസ് ഉണ്ട്. ഇലക്ട്രിക്കൽ എക്വിപ്മെന്റ്, മൊബൈൽ ചാർജർ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, പ്രിന്റർ, പ്രൊജക്ടർ, അയൺ ബോക്സ് അങ്ങനെയൊക്കെയുള്ള ഇലക്ട്രിക്കൽ എക്വിപ്മെന്റ്. പീപ്പിൾ എത്ര ആൾക്കാർ. പിന്നെ മിസ്ലേനിയസ്, പർട്ടിക്കുലർലി കിച്ചൺ എക്വിപ്മെന്റ്സ് ഒക്കെയാണ് മിസ്ലേനിയസ് പെടുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ സ്പേസിനകത്ത് ഈ ട്രെയിനിങ് റൂം 1 അകത്ത് എന്തൊക്കെ തരം ഫാക്ടേഴ്സ് അവിടെ ഹീറ്റ് ജനറേറ്റ്, ആ സ്പേസിൻ്റെ അകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
ആപ്പിലെ ഇന്റേണൽസ് എന്ന് പറഞ്ഞ സെക്ഷൻ അകത്ത് വാല്യൂസ് കൊടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഓവർ ഹെഡ് ലൈറ്റ് ഫിക്സർ ടൈപ്പ് 3 ടൈപ്പ് ലൈറ്റാണ് വരുന്നത്. ഒന്ന് ഫ്രീ ഹാങ്ങിങ് മീൻസ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന സൈസ് ലൈറ്റുകളുണ്ടല്ല അതൊക്കെ. പിന്നെ റീസസ്റ്റ് വെൻറ്റഡ്, റീസസ്റ്റ് അൺവെൻറ്റഡ്. റീസസ്റ്റ് അൺവെൻറ്റഡ് അല്ലെങ്കിൽ റീസസ്റ്റ് വെൻറ്റഡ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. അത് കൺസീൽഡ് ടൈപ്പ് ലൈറ്റ്സ് ആയിരിക്കും. നമ്മളെ സീലിംഗിൽ വയ്ക്കുന്ന ടൈപ്പ്, സീലിംഗിൽ വയ്ക്കുന്ന ടൈപ്പ് ഇവിടെ കാണിച്ച ഇമേജസ് ഉണ്ടല്ലോ, ഇമേജസ് ഇലക്ട്രിക്കൽ ഇതിൽ വേണ്ട കൺസീൽഡ് ടൈപ്പ് ലൈറ്റ്. ഇതാണ് ഈ റീസസ്റ്റ് ട്രോഫർ എന്ന് പറയുന്ന കൺസീൽഡ് ടൈപ്പ് ലൈറ്റ് ആണ് സീലിംഗിൽ ചേർത്ത് വയ്ക്കുന്നത്. അതിൽ തന്നെ വെൻറ്റഡ് ഉണ്ട് അൺവെൻറ്റഡ് ഉണ്ട്. വെൻറ്റഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇത് വരുന്നുണ്ട്, ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് വഴി ഫോൾ സീലിംഗിൻ്റെ അകത്തോട്ടും ചെറുതായിട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. ബാക്കി 70% ലൈറ്റ് ജനറേറ്റ് ചെയ്യണ ഹീറ്റ് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യണ ഹീറ്റ് കുറേ ഫോൾ സീലിംഗിലോട്ട് പോകുന്നുണ്ട്. അവിടെ റിട്ടേൺ നോർമലി നമ്മൾ ഡക്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ ഈ റിട്ടേൺ എയർ പോയിട്ട് ലൈറ്റിൻ്റെ ഹീറ്റ് എനർജി മിക്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കൺവെൻറ്റഡിലാണെങ്കിൽ അത് വലിയ പ്രശ്നമില്ല, കാരണം അവിടെ ഹോൾസ് ഒന്നും ഇല്ല. വെൻറ്റഡിലാണ് ഈ പ്രശ്നമുണ്ട്. വെൻറ്റഡ് ആണെങ്കിൽ ഈ പറയുന്നത് പോലെ അത് ഈ കൺസീൽഡ് ലൈറ്റ് ആയിരിക്കും, പക്ഷേ ആ ലൈറ്റ്സിൻ്റെ ഇടയിൽ കൂടെ ഹോൾസ് ചെറുതായിട്ട് വെൻറ്റിംഗ് കാണും, ഹോൾസ് കാണും. ആ വെൻ്റ് ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഹോട്ട് ആൻഡ് കോൾഡ് എയർ മിക്സിംഗ് സംഭവിക്കും. അങ്ങനെ എ സിയുടെ കപ്പാസിറ്റി കുറയും ചെയ്യും. ഏതിൽ റിസസ്റ്റ് വെൻറ്റഡിൽ ഏറ്റവും സേഫ് എന്ന് വെച്ചാൽ റിസസ്റ്റ് അൺവെൻറ്റഡ് സെലക്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ആർക്കിടെക്ചർ തരുന്ന ഡീറ്റെയിൽസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെജൻസ് ചെയ്യുന്ന ഏത് സൈസ് ലൈറ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടില്ല. ക്ലാസ് പോവുക, HVAC എടുക്കുക, അഷറെ അല്ല ID 0.2. ഈ F5 എന്ന് വെച്ചാൽ ലൈറ്റാണ് ട്രെയിനിങ് റൂമിൻ്റെ. അതെന്താണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. F5 ഈസ് 60/60 റിസസ്റ്റ് LED ലൈറ്റ് ഫിക്സർ. 39 വാട്ടിൻ്റെ LED ലൈറ്റാണ്. 39 വാട്ടിൻ്റെ വാട്ട് കിട്ടി. ഓക്കെ, ഇനി എത്ര ലൈറ്റ് ഉണ്ട്? 4, 4, 8, 12, 16 ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 39 വാട്ടിൻ്റെ 16 എണ്ണം 624 വാട്ട്സ് ആണ് അത് ടോട്ടലി ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ്. അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നു. വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ അല്ല, വാട്ട്സിലാക്കിയിട്ടാണ് ഇടേണ്ട. 624 വാട്ട്സ്. അത് നമുക്ക് ഇലക്ട്രിക്കൽ ഏത് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാൽക്കുലേഷൻ 39 വാട്ടിൻ്റെ 16 ലൈറ്റ് 624 വാട്ട്സ് കിട്ടി. ബലാസ്റ്റ് മൾട്ടിപ്ലയർ എന്താണെന്ന് ഞാൻ പറയാം. 624 വാട്ട്സ് ആണ് നമുക്ക് കിട്ടിയ വാട്ടേജ്. ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ റിസസ്റ്റ് അൺവെൻറ്റഡ് സെലക്ട് ചെയ്യുക. വെൻറ്റഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, വേറെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അതിപ്പോൾ പറഞ്ഞാൽ അത്ര കത്തണമെന്നില്ല. നമ്മൾ റിസസ്റ്റ് വെൻറ്റഡ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ എയറുമായിട്ട് ഈ ഹീറ്റ് മിക്സ് ആവും. ലൈറ്റിൻ്റെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് മിക്സ് ചെയ്തിട്ട് ആ വാല്യൂസ് നമ്മൾ ഹീറ്റ് ലോഡിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടി വരും. എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. സിസ്റ്റംസിൻ്റെ അകത്ത് ന്യൂ ഡിഫോൾട്ട് സിസ്റ്റം TR1 കൊടുക്കാം. ഇതിൻ്റെ അകത്ത് സോൺ കമ്പോണൻറ്റ് അല്ല, സിസ്റ്റം കമ്പോണൻസിൻ്റെ അകത്ത് ഡക്റ്റ് സിസ്റ്റം ഈ ഒരു ഏരിയ ഉണ്ടാ റിട്ടേൺ പ്ലെയിനാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുക്കേണ്ടി വരും. ലൈറ്റിംഗ് ഹീറ്റ് ഗെയിൻ ടു പ്ലെയിനം, അതായത് ലൈറ്റ് എത്ര ഹീറ്റ് പ്ലെയിനം ഏരിയ എന്ന് വെച്ചാൽ ഫോൾ സീലിംഗ് ഏരിയയിൽ എത്രത്തോളം ഹീറ്റ് ലൈറ്റ് കാരണം ഉണ്ടാകുന്നു എന്നുള്ള ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് കൊടുക്കേണ്ടി വരും. ലെറ്റ്സ് 70 താഴോട്ട് 30 പ്ലെയിനം ഏരിയ ഫോൾ സീലിംഗിലോട്ട് പോകുന്നതൊക്കെ കൊടുക്കേണ്ടി വരും. ഏത് കാറ്റഗറിയാണ് ഇത്? റിട്ടേൺ എയർ ഡക്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ, ഡക്റ്റഡ് റിട്ടേൺ ആണെങ്കിൽ അത് പ്രശ്നം വരുന്നില്ല. ഓപ്പൺ റിട്ടേൺ ആണെങ്കിൽ അത് നമ്മളിവിടെ വാല്യൂ കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്താൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും കേട്ടോ സ്പേസസ് ട്രെയിനിങ് റൂം 1 ഇൻറ്റേർണൽസ്. ഓക്കെ, നമ്മൾ 624 കണ്ടുപിടിച്ച് വാട്ട്സ്, 624 വാട്ട്സ്. പിന്നെ ബല്ലാസ്റ്റ് മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ ഇൻഫോ നോക്കിയാണ് കാണാം. അത് ഈ പറഞ്ഞ പോലെ ഫ്ലൂറസൻ ലാമ്പ്, ട്യൂബ് ലൈറ്റ് ഒക്കെ പോലെയുള്ള സാധനത്തിലാണ് ബല്ലാസ്റ്റ്. ബല്ലാസ്റ്റ് എന്ന് വെച്ചാൽ ചോക്കാണ്. ആ ചോക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫാക്ടറാണ് ബല്ലാസ്റ്റ് മൾട്ടിപ്ലയർ. സാധാരണ നോർമൽ ലൈറ്റിനൊക്കെ അത് 1 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഷെഡ്യൂൾ. നമ്മൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നു ഈ സാധനം എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. ഷെഡ്യൂൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സാമ്പിൾ ഷെഡ്യൂൾ ട്രെയിനിങ് റൂം 1 അവർലി പ്രൊഫൈൽ. നമുക്ക് 3 പ്രൊഫൈലുണ്ട്. 1, 2, 3, 3 8 പ്രൊഫൈലുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സാധാരണ ഓവർ ഹെഡ് ലൈറ്റിംഗ് ട്രെയിനിങ് റൂം 1ൻ്റെ അകത്ത് ലൈറ്റ് ഏതൊക്കെ സമയത്ത് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ള 3 പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. പ്രൊഫൈൽ 1 നമുക്ക് പേര് കൊടുക്കുകയാണ്. എന്തോന്ന്? വർക്കിംഗ് ഡേ എന്ന് പേര് കൊടുക്കാം. വർക്കിംഗ് ഡേ അതെടുക്കുക. എൻ്റെ ഒരു ഓഫീസ് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഷെഡ്യൂൾ എടുക്കുമ്പോൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ 0 മുതൽ രാവിലെ ഒരു 7 മണി വരെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ 0% ലൈറ്റ്സ് 0% വർക്ക് ചെയ്യുന്നുള്ളൂ. അടുത്ത് 8 മണിക്ക് അവിടെ 50% ആൾക്കാർ വരുന്നു എന്ന് കൺസിഡർ ചെയ്യാം. 9 മണിക്ക് വർക്കിംഗ് ടൈം തുടങ്ങണം. 9 മുതൽ ഒരു 1 മണി വരെ, 9 മുതൽ 1 മണി വരെ അവിടെ 100% ആൾക്കാർ ഉണ്ടാവും, ലൈറ്റ്സും യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് 1 മണി മുതൽ 2 മണി വരെയാണ് ലഞ്ച് ബ്രേക്ക്. ഓക്കെ, അപ്പോൾ 1 മണി മുതൽ 2 മണി വരെ എന്താണ് 50% ആൾക്കാർ മാത്രം ഉപയോഗിക്കുക. ഓക്കെ, തീർന്നിട്ടില്ലേ? ട്രെയിനിങ് റൂം 1 ഷെഡ്യൂൾ ചെയ്യുക. അവർലി പ്രൊഫൈൽ, ഇത് വർക്കിംഗ് പ്രൊഫൈൽ. ഓക്കെ, നെക്സ്റ്റ് പിന്നെ 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 18 മണി വരെ 100% പിന്നെ പ്രവർത്തിക്കും ലൈറ്റ്സ് 100. അതിനുശേഷം 7 മണിയാകുമ്പോൾ ഒരു 50% ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കുന്ന സ്ഥിതി 50. അതിനുശേഷം 8 മണി തൊട്ട്, അതായത് 20 ടു രാത്രി 23 വരെ ആരും ഉണ്ടാവില്ല. ലൈറ്റ്സ് എല്ലാം ഓഫ് ആക്കി 0 കൊടുത്തു.
ഇതാണ് വർക്കിംഗ് പ്രൊഫൈൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഇത് വർക്കിംഗ് ഡേയുടെ കണ്ടീഷനാണ്. രാവിലെ 9 തൊട്ട് 6 മണി വരെ വർക്കിംഗ് ചെയ്യുകയാണെങ്കിലുള്ള. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രൊഫൈൽ എടുക്കാം. പ്രൊഫൈൽ 2 നമുക്ക് എന്തോന്ന് പേര് കൊടുക്കാം? ഓഫ് ഡേ. വർക്കിംഗ് ഡേ കഴിഞ്ഞ് ഓഫ് ഡേ. ഓഫ് ഡേ എന്ന് വെച്ചാൽ 0 മുതൽ 23 വരെ ഒരു ലൈറ്റ് യൂസ് ചെയ്യില്ല. ഓക്കെ, ഷെഡ്യൂൾ നോക്കുകയാണ് അവരുടെ പ്രൊഫൈൽ. ഇപ്പോൾ 2 ഉണ്ട് വർക്കിംഗ് ഡേ. വർക്കിംഗ് ഡേയിൽ ഇങ്ങനെയാണ് 9 തൊട്ട് 6 മണി വരെ ജോലി ചെയ്യുമ്പോൾ ലൈറ്റ്സ് എല്ലാം യൂസ് ചെയ്യണം ഈ രീതിയിൽ. ഓഫ് ഡേയിലാണെങ്കിൽ ഒന്നും യൂസ് ചെയ്യില്ല. ഓക്കെ, നമുക്ക് അതനുസരിച്ച് കൊടുക്കാം. മൺഡേ ടു ഫ്രൈഡേ വരെ എൻ്റെ ഓഫീസ് പ്രവർത്തിക്കും. അപ്പോൾ എനിക്ക് 1 കൊടുക്കാം. 1 എന്ന് പറഞ്ഞ പ്രൊഫൈൽ വർക്കിംഗ് ഡേയുടെ പ്രൊഫൈൽ കൊടുക്കാം. സാറ്റർഡേ സൺഡേ ഹോളിഡേ ഒന്നും ഓഫീസ് പ്രവർത്തിക്കില്ല. അപ്പോൾ എനിക്ക് ഓഫ് ഡേ ഷെഡ്യൂൾ കൊടുക്കാം. ഇങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യേണ്ടത്. അത് അസൈൻമെൻറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഹാഫ് ഡേ എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ കൂടെ ക്രിയേറ്റ് ചെയ്യാം. രാവിലെ 9 തൊട്ട് 1 മണി വരെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ 2 പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഫ്രാക്ഷനിൽ. ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന ടാസ്ക് ലൈറ്റിംഗ്. ടാസ്ക് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കറിയാം ലൈറ്റ്സ് കൂടാതെ വേറെ എന്ത് വരുന്നുണ്ട്? പ്രൊജക്ടർ ഒരു ടാസ്ക് ലൈറ്റിംഗ് പെടുന്ന ഒരു സാധനം. കാരണം അത് ഒരു ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രൊജക്ടറിനെ ഒരു ടാസ്ക് ലൈറ്റിംഗിൽ കൺസിഡർ ചെയ്യുന്നു. നമുക്കിപ്പം ലെറ്റ്സ് ഒരു ഹൗ മച്ച് വാട്ട്സ്, അതായത് ഒരു പ്രൊജക്ടർ എത്രത്തോളം പവർ കൺസംഷൻ ചെയ്യും. പവർ കൺസംഷൻ ഓഫ് എ പ്രൊജക്ടർ അറ്റ് 220 വാട്ട്സ് എന്നടിച്ചാൽ നമുക്കിപ്പോൾ വരും, അതിൻ്റെ ആൻസർ വരും. പവർ ബേസ്ഡ് ഓൺ പവർ കൺസംഷൻ നോർമലി അത് എത്ര വരുമെന്ന് പറയും? 280 വാട്ട്സ് ആണ് വരുന്നത്. പ്രൊജക്ടറിൻ്റെ പവർ കൺസംഷൻ വാല്യൂ അതാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. എത്ര വാട്ട്സ് പവർ അത് കൺസ്യൂം ചെയ്യും. ഈ പറഞ്ഞ പ്രൊജക്ടർ 250 വാട്ട് കൺസ്യൂം ചെയ്യും. അതിന് നമ്മളൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം. എന്തോന്ന് പ്രൊജക്ടർ എന്ന് പറഞ്ഞ് TR1 പ്രൊജക്ടർ എന്ന് പറഞ്ഞൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണേ. അതിന് കേട്ടാ പ്രൊഫൈൽ 1 പ്രൊജക്ടർ വർക്കിംഗ് ചെയ്യുമ്പോൾ പ്രൊഫൈലാണ്. ലെറ്റ്സ് നമുക്ക് പറയാം ഇത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മാത്രമേ പ്രൊജക്ടർ യൂസ് ചെയ്യുള്ളൂ. രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ. അപ്പോൾ എങ്ങനെയാണ് 0 to 9 0 കൊടുക്കാം. കാരണം പ്രൊജക്ടർ 50% യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത് 10 മുതൽ 1 മണി വരെ 100%. നെക്സ്റ്റ് 2 തൊട്ട് 23 വരെ 0. ഓക്കെ, അതാണ് പ്രൊജക്ടറിൻ്റെ ഷെഡ്യൂൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊന്ന് മാത്രം ഒരൊറ്റ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അതിനുശേഷം അസൈൻമെൻറ്റിൽ പോയിട്ട് തിങ്കളും ചൊവ്വയും മാത്രം ഈ പ്രൊജക്ടർ 1 ഷെഡ്യൂൾ കൊടുക്കുക. ബാക്കി ചൊവ്വ വ്യാഴം വെള്ളി ശനി ഞായർ ഹോളിഡേ എല്ലാം പ്രൊഫൈൽ 2 എന്താണ്? പ്രൊഫൈൽ 2 ഞാൻ കൊടുത്തില്ല. പ്രൊഫൈൽ 2 എന്ന് വെച്ചാൽ പ്രൊജക്ടർ ഓഫ് 0 to 23 0%. ഓക്കെ, അസൈൻമെൻറ്റ്സിൽ തിങ്കൾ ചൊവ്വ പ്രൊജക്ടർ 1, ബാക്കി എല്ലാ ദിവസവും പ്രൊജക്ടർ ഓഫ്. ഓക്കെ എടുക്കുക. അടുത്തത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഈ കാണുന്ന ട്രെയിനിങ് റൂം 1 എന്ന് പറഞ്ഞ ഈ സ്പേസിൽ എന്തൊക്കെ തരം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്? മൊബൈൽ യൂസ് ചെയ്യാം, പിന്നെ മൊബൈലിൻ്റെ ചാർജേഴ്സ് യൂസ് ചെയ്യാം, ലാപ്ടോപ്പ് യൂസ് ചെയ്യാം, ലാപ്ടോപ്പിൻ്റെ ചാർജർ യൂസ് ചെയ്യാം, ടിവിയുടെ പ്ലഗും പിന്നെ അനുബന്ധമായ സാധനങ്ങൾ എല്ലാം വരാം ഈ ട്രെയിനിങ് റൂം 1 ഉള്ളിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് വാല്യൂസ് കൊടുക്കേണ്ടതാണ്. സ്കൂൾ LPD വാല്യൂസ്, ലൈറ്റിംഗ് പവർ ഡെൻസിറ്റി ഓൾസോ ലൈറ്റിംഗ്. നമ്മളൊരു കാര്യം എന്ന് വെച്ചാൽ ആപ്പിൽ വഴി നമുക്കിപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പി അറിഞ്ഞിരിക്കും. അപ്പോൾ ഓവർ ഹെഡ് ലൈറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് നമ്മൾ ചെയ്യുന്നത്? അഷറ 90.1 എടുക്കുക. ക്ലാസ് HVAC അഷറ 90.1 ലേറ്റസ്റ്റ് തന്നെ എടുക്കാം. അതിൻ്റെ അകത്ത് ലൈറ്റിംഗ് പവർ ഡെൻസിറ്റീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ലൈറ്റിംഗ് പവർ ഡെൻസിറ്റീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. LPD വാല്യൂസ്. ഓക്കെ, LPD വാല്യൂസ് പേജ് നമ്പർ 16 എൻ്റെ അകത്താണ് കിടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേജ് നമ്പർ 69 ലൈറ്റിംഗ് പവർ ഡെൻസിറ്റീസ് വാല്യൂ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈറ്റിംഗ് പവർ ഡെൻസിറ്റീസ് സ്പേസ് മെത്തേഡ്. ഓഫീസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കണ്ട. ഹോട്ടൽ, ഏട്രിയം, ഡൈനിങ് ഏരിയ, ലാബോറട്ടറി, റെസ്റ്റ് റൂം, ഹോസ്പിറ്റലിലെ കുറേ കൊടുത്തിട്ടുണ്ട്. എമർജൻസി റിക്കവറി സ്റ്റേഷൻ, ഫാർമസി, പേഷ്യൻ്റ് റൂം, ഓപ്പറേഷൻ തിയേറ്റർ. ഇപ്പോൾ നമുക്ക് ഓഫീസ് മതി. ഓഫീസ് എൻക്ലോസ്ഡ് സ്പേസ് 12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് ആവുന്നത്. അല്ല സോറി, കോൺഫറൻസ് മീറ്റിംഗ് മൾട്ടിപർപ്പസ് ഇതാണ് എടുക്കുന്നത്. ഓഫീസല്ല, കോൺഫറൻസ് മീറ്റിംഗ് മൾട്ടിപർപ്പസിനൊക്കെ ലൈറ്റിൻ്റെ നമ്പർ നമുക്ക് അറിഞ്ഞൂടാ. അതായത് ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന 624 എന്ന് വെച്ചാൽ നമുക്കറിയാം 16 ലൈറ്റ് 39 വാട്ടിൻ്റെ 16 ലൈറ്റ് ഉണ്ട്. അത് വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതറിയില്ലെന്നുണ്ടെങ്കിൽ കോൺഫറൻസ് റൂമിൻ്റെ എത്ര LPD വരെ ലൈറ്റിംഗ് പവർ ഡെൻസിറ്റി LPD വാല്യൂ ഫോർ കോൺഫറൻസ് മീറ്റിംഗ് റൂം 14 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. അതായത് ഇത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആക്കിയിട്ട് ഇത് കൊടുക്കുക. 14 വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് വാല്യൂസ് കൊടുക്കുക. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നമ്പർ ഓഫ് ലൈറ്റ്സ് ഓൺ ആയതുകൊണ്ട് ഞാൻ വാട്ട്സ് വാല്യൂസ് കൊടുക്കുക. 124 വാട്ട്സ്
ഓക്കെ. ടാസ്ക് ലൈറ്റിംഗ് 280, അതിൻ്റെ പവർ കൺസംഷൻ ആണ് എഴുതേണ്ടത്. 220 വാട്ട്, അതായത് ഫുള്ളി വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര പവർ അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്? 280 വാട്ട്. അത്രയും ഹീറ്റ് അത് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം ടാസ്ക് ലൈറ്റിംഗിൻ്റെ. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, അത് ഈ പറഞ്ഞൊരു പ്രധാന സംഗതിയാണ്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് എന്ന് വെച്ചാൽ എത്ര കമ്പ്യൂട്ടർ, എത്ര ലാപ്ടോപ്പ് നമ്മളവിടെ യൂസ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിന്റെ ഒരു കാറ്റഗറി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതും നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാണ്? അഷറയുടെ ഫണ്ടമെന്റൽ ഹാൻഡ് ബുക്കിംഗ് 62.1. ഓക്കെ. ബല്ലാസ്റ്റ് മൾട്ടിപ്ലയർ 1 ആയിട്ട് എടുത്താൽ കണ്ടാണ് ഇത്. ഫ്ലൂറസൻ ലാമ്പ്, ഫുൾ ടാസ്ക് ലൈറ്റിംഗ്, പ്രൊജക്ടർ, electrical equipments recommended maximum heat dissipated by the maximum heat energy dissipated by the equipment. അഷറ 62.1ന്റെ പേജ് നമ്പർ 18 നോക്കുക. അഷറ ഫണ്ടമെന്റൽസ് 18.14 എന്ന് പറഞ്ഞ പേജുണ്ട് നമ്മുടെ. ഇത് തന്നെ ഇവിടെ എടുത്തത് കറക്റ്റ് സ്ഥലമാണ്. റെക്കമെൻഡഡ് ഹീറ്റ് ഗെയിൻ ഫോർ ടിപ്പിക്കൽ ഡെസ്ക്ടോപ്പ് ഓർ ടിപ്പിക്കൽ മോണിറ്റേഴ്സ്. റെക്കമെൻഡഡ് ഹീറ്റ് ഗെയിൻ ഫോർ മിസ്ലേനിയസ് എക്യുപ്മെന്റ്സ് അല്ല. റെക്കമെൻഡഡ് ഹീറ്റ് ഗെയിൻസ് ഫോർ ടിപ്പിക്കൽ ലാപ്ടോപ്പ് ഡോക്കിംഗ് സ്റ്റേഷൻ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. ഇത് തന്നെ നമ്മുടെ ഈ ഏരിയയിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ലാപ്ടോപ്പ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ ഏത് സൈസ്, എത്ര ലാപ്ടോപ്പ് ആയിരിക്കും? പല ലാപ്ടോപ്പ് ഉണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 8 GB റാം, 4 GB റാം ഒക്കെ വരുന്ന ഒരു ലാപ്ടോപ്പ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഏകദേശം 46 വാട്ട് ഹീറ്റ് ഗെയിൻ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആണ്. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ വേറൊരു ടേബിൾ കാണും. ഏതാണ്? ഈ പറഞ്ഞതുപോലെ ഈ ഒരു ടേബിൾ. മീഡിയം കണ്ടീഷനുണ്ട്, ലൈറ്റ് കണ്ടീഷനുണ്ട്, മീഡിയം കണ്ടീഷനുണ്ട്. ഇതാണ്ട 14 എന്ന് പറയുന്ന ഒരു സംഖ്യ വരുമല്ലോ. ഇതാണ് ഇതാണ് എടുക്കാൻ പോകുന്നത്. റെക്കമെൻഡഡ് ലോഡ് ഫാക്ടേഴ്സ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഓഫീസസ്. അത് ഈ ഒരു ടേബിൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഓഫീസ് ആപ്ലിക്കേഷന് വേണ്ടി മാത്രമേ, ഓഫീസ് ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് ഈ ടേബിളിൽ നിന്നുള്ള വാല്യൂ എടുക്കാൻ പറ്റൂ. പർട്ടിക്കുലർലി സ്പെസിഫിക്കലി ഫോർ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സിനെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ തന്നെ എന്തുണ്ട്? 100% ലാപ്ടോപ്പ്, 50% ലാപ്ടോപ്പ് ഡോക്കിംഗ് സ്റ്റേഷൻ, 2 സ്ക്രീൻസ്, 2 സ്ക്രീൻ വരുന്ന ടൈപ്പ് സെറ്റപ്പ്, 3 സ്ക്രീൻ വരുന്ന ടൈപ്പ് സെറ്റപ്പ്. ഇതിൽ ഞാൻ എടുക്കുമ്പോൾ ഇതാണ് 100% ലാപ്ടോപ്പ് ഡോക്കിംഗ് സ്റ്റേഷൻ, മീഡിയം കണ്ടീഷൻ 4.91. അതിൽ പറയുന്നുണ്ട് 11.6 മീറ്റർ സ്ക്വയർ വർക്കിംഗ് സ്റ്റേഷൻ. ഈ ഏരിയയുടെ 11.6 മീറ്റർ സ്ക്വയറിൽ ഒരു ലാപ്ടോപ്പ് വരുന്നു, ഒരു ലാപ്ടോപ്പ് ഡോക്കിംഗ് സ്റ്റേഷൻ പ്ലസ് ഒരു പ്രിന്റർ സെറ്റപ്പ് വരുന്നു. മീഡിയം കണ്ടീഷനാണ് 4.91 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ അത് നമ്മൾ എടുക്കുക. അത് ഞാൻ അസ്യൂം ചെയ്യണം ഒരു ലാപ്ടോപ്പ് ഈ ഒരു ഏരിയയിൽ ഓരോ ആൾക്കാർക്കും ഈ ടേബിളിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ലാപ്ടോപ്പ് വീതമെങ്കിൽ നമ്മൾ ഇതാണ് എടുക്കേണ്ടത്, 4.91. ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം വേറൊരു വാല്യൂ ഉണ്ട്, ഒരു 16.1 വാട്ട് പെർ മീറ്റർ സ്ക്വയർ വരുന്ന ഒരു വാല്യൂ. അതിന് വെക്കാണില്ല. ഞാനപ്പം ഇത് തന്നെ കൊടുക്കാം. ഈ കാണുന്ന വാല്യൂ ആണ് ഇത് കൊടുക്കാൻ പോണത്. 4.91. ട്രെയിനിങ് റൂം, ഇന്റേണൽസ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് 4.91 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഷെഡ്യൂൾ, സാമ്പിൾ ഷെഡ്യൂൾ അല്ല, ഏതാണ് ഞാൻ കൊടുക്കുന്നത്? TR1 എന്ന് പറഞ്ഞ ഇത് TR1. ഇതോ ടാസ്ക് ലൈറ്റിംഗ്, TR1 പ്രൊജക്ടർ 280 വാട്ട്സ്. 280 കൊടുത്തൊക്കെ മാർക്ക് വന്നു, 624. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് മനസ്സിലായില്ല, അത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ വരുമ്പോഴാണ് നമ്മളത് കൊടുക്കേണ്ടത്. അടുത്തത് ഒക്കുപെൻസി, എത്ര ആൾക്കാരുണ്ട് നമുക്കറിയാം, 25 ആൾക്കാർ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓഫീസ് വർക്ക്, എന്ത് ടൈപ്പ് ഓഫീസ് വർക്കാണ്? മീഡിയം വർക്ക്, ഹെവി വർക്ക്, ഡാൻസിങ്, അത്ലറ്റിക്സ്, ഓഫീസ് വർക്ക്. അപ്പോൾ ഒരു ആൾ, അപ്പോൾ അതനുസരിച്ച് സോഫ്റ്റ്വെയർ, ഹാപ്പ് സോഫ്റ്റ്വെയർ തന്നെ പറയാം 71.8 സെൻസിബിൾ വാട്ട് പെർ പേഴ്സൺ പ്രൊഡ്യൂസും, 60.1 വാട്ട് പെർ പേഴ്സൺ ലേറ്റൻ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഷെഡ്യൂൾ കൊടുക്കാം. ഓക്കെ, TR1 ഷെഡ്യൂൾ കൊടുക്കുക. അടുത്തതാണ് മിസ്ലേനിയസ് ലോഡ്. മിസ്ലേനിയസ് ലോഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ലോഡ് വരുന്നുണ്ട് അത് നമുക്ക് മിസ്ലേനിയസ് ലോഡ് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കണം, എന്നാലേ ഹീറ്റ് ലോഡ് കറക്റ്റ് ആവുന്നുണ്ട്, അത് നമുക്ക് മിസ്ലേനിയസ് ലോഡ്സിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതാണ് ഈ മിസ്ലേനിയസ് ലോഡ്സ് ഏരിയയുടെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഈ ഒരു ഏരിയയിൽ കിച്ചൺ എക്യുപ്മെന്റ്സ് ഒന്നും വരുന്നില്ല. അതായത് കൊമേഴ്ഷ്യൽ കിച്ചൺ എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ഡീപ് ഫ്രയർ, എയർ ഫ്രയർ, പിന്നെ അതുപോലെ ഹുഡഡ് കിച്ചൺ, നോൺ ഹുഡഡ് കിച്ചൺ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഹീറ്റ് ഗെയിൻസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ദാറ്റ് കംസ് അണ്ടർ മിസ്ലേനിയസ് ലോഡ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഓഫീസിൽ ഒരു പാൻട്രി ഉണ്ട്, ആ പാൻട്രിയിൽ പോലും അധികം എക്യുപ്മെന്റ്സ് വരുന്നില്ല, ഓവറായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ മിസ്ലേനിയസ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, 100% occupancy 19 people, 77 heat and moisture given off by human beings. ഇപ്പോഴും നമുക്ക് ഈ ഫർണിച്ചർ ലേഔട്ടുള്ളതുകൊണ്ട് അറിയാമേ, ഇവിടെ 25 ആൾക്കാരാണ് ട്രെയിനിങ് റൂമിൽ 1 വരുന്നത്. ഇപ്പോൾ അത് നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് മാർഗമുണ്ട്. അതിന് നമ്മൾ അഷറയുടെ ഹാൻഡ് ബുക്കാണ് ഫോളോ ചെയ്യേണ്ടത്. അഷറ 62.1 ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ഗിവൺ ഓഫ് ബൈ ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്. അതിൻ്റെ പേജ് നമ്പർ 18.4. 18.4 ഇവിടെ അടിച്ചാൽ വരും. 18.4 18.4
ഇതാണ്ട ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ഗിവൺ ഓഫ് ബൈ ഹ്യൂമൻസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ആക്ടിവിറ്റീസ്. അതിൽ തന്നെ ഉണ്ട് കണ്ട അഡൽറ്റ് മെയിൽ, അഡ്ജസ്റ്റഡ് മെയിൽ, ഫീമെയിൽ. അതാണ് എടുക്കേണ്ടത്. അഡ്ജസ്റ്റഡ് മെയിൽ ഫീമെയിൽ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സ്പേസ് എന്ന് വെച്ചാൽ ഓഫീസ് വർക്ക്, മോഡറേറ്റ്ലി ആക്റ്റീവ് ഓഫീസ് വർക്ക്, ഓഫീസ്, ഹോട്ടൽ, അപ്പാർട്ട്മെന്റ്സ്, അതൊക്കെ വരുമ്പോൾ അഡ്ജസ്റ്റഡ് മെയിൽ ഫീമെയിൽ എത്ര വരുന്നു? 130 വരുന്നു. അതായത് സെൻസിബിൾ 75, ലേറ്റന്റ് 55. സെൻസിബിൾ 71, ലേറ്റന്റ് 60 എന്നുള്ള രീതിയാണ് വരുന്നത്. ഓക്കെ, മോഡറേറ്റ്ലി ആക്റ്റീവ് ഓഫീസ് വർക്ക്, അഡ്ജസ്റ്റഡ് മെയിൽ ഫീമെയിൽ വാല്യൂസ്. ഇപ്പം നമുക്ക് അറിഞ്ഞൂടാ, അവിടെ കുട്ടികളായിരിക്കാം, സ്ത്രീകളും പുരുഷന്മാരൊക്കെ. പക്ഷേ അഡ്ജസ്റ്റഡ് മെയിൽ ഫീമെയിൽ എടുക്കുമ്പോൾ നമുക്കൊരു ആവറേജ് വാല്യൂ കിട്ടും. അപ്പോൾ അതാണ് എടുക്കേണ്ടത്. അഡ്ജസ്റ്റഡ് മെയിൽ ഫീമെയിൽ വാല്യൂസ് എടുത്ത് ചെയ്താൽ മതി. 170, 130 വാട്ട്സ്. അതാണ് ഇപ്പം നമുക്ക് ഇതൊന്നും തന്നിട്ടില്ലെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾ ഫ്ലോർ ഏരിയ പെർ ഇത് ഇപ്പോൾ 77.8 ഡിവൈഡ് ബൈ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഏരിയ എത്രയാണ്? 77.8 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ആൾക്കാർ 25, 2 മീറ്റർ സ്ക്വയർ പെർ പേഴ്സൺ. അതാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ കൊടുക്കേണ്ടത്. അടുത്തത് മിസ്ലേനിയസ് ലോഡ്. മിസ്ലേനിയസ് ലോഡ് എന്ന് വെച്ചാൽ കിച്ചൺ എക്യുപ്മെന്റ്സ്. പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ വാല്യൂസ് കൂട്ടി കൊടുക്കണമെങ്കിൽ മിസ്ലേനിയസ് യൂസ് ചെയ്യാം. ചീസ് മെൽറ്റർ, പിന്നെ അതുപോലെ തന്നെ പറഞ്ഞില്ല, മിസ്ലേനിയസ് യൂസ് ഫോർ അഡീഷണൽ കിച്ചൺ എക്യുപ്മെന്റ്സ് യൂസ് ഇൻ കൊമേഴ്ഷ്യൽ കിച്ചൺസ് വിച്ച് വിൽ എമിറ്റ് ഹീറ്റ് ഗെയിൻസ് പർട്ടിക്കുലർലി ഫോർ ഹുഡഡ് ആൻഡ് നോൺ ഹുഡഡ് കിച്ചൺസ്. ടേബിൾ 18 പേജ് നമ്പർ 18.9. അതിൽ നിന്നാണ് നമ്മൾ മിസ്ലേനിയസിൽ ഉള്ള ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കേണ്ടത്. എത്ര ലേറ്റന്റ്, എത്ര സെൻസിബിൾ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് വാല്യൂ എടുക്കുന്നതെന്ന്. അക്ഷര 60.1 ഫണ്ടമെന്റൽസിൽ പേജ് നമ്പർ 18.9, ഇത് 18.39. ഇവിടെ വരും. ഇതാണ്ട് റെക്കമെൻഡഡ് റേറ്റ്സ് ഓഫ് റേഡിയന്റ് ആൻഡ് കൺവെക്റ്റീവ് ഹീറ്റ് ഫോർ അൺഹുഡഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസ്. അൺഹുഡഡ് ആയതുകൊണ്ട് അവിടെ ഇതും വരും, ഇതൊന്നും റേഡിയേറ്റീവ് വരും. ഹുഡഡ് കിച്ചൺ ആണെങ്കിൽ റേഡിയേഷൻ വരും, കണ്ടക്ഷൻ മെഷർ മാത്രമേ വരുള്ളൂ. 18.9 ടേബിൾ 5B ഇത് തന്നെ. ഇതിൽ നിന്നുള്ള വാല്യൂസ് ലേറ്റന്റ് സെൻസിബിൾ വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. മിസ്ലേനിയസിൽ ഈ സെൻസിബിൾ എത്ര, ലേറ്റന്റ് എത്ര എന്നൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് അൺഹുഡഡ് കിച്ചൺ. ഇത് ഐഡിൽ മീൻസ് കത്തിക്കാതെ വെച്ചിരിക്കുമ്പോൾ, അതല്ല എടുക്കേണ്ട, കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഹുഡഡ് ഗ്യാസ് അപ്ലയൻസസ് ഡ്യൂറിങ് റെഡി ടു കുക്ക് കണ്ടീഷൻസ്. ഓക്കെ, ഇതിൽ പലതരം എക്യുപ്മെന്റ്സ് നമുക്ക് കാണാം. യൂസേജ് ഫാക്ടർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാം. സെൻസിബിൾ റേഡിയന്റ് ഹീറ്റിങ്ങിനൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്റേണൽസിൽ വരുന്നത്. ഇന്റേണൽസ് ഓവർഹെഡ് ലൈറ്റ്, ടാസ്ക് ലൈറ്റിംഗ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, പീപ്പിൾ, മിസ്ലേനിയസ് ലോഡ്. അടുത്തത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു സംഭവം, വാൾസ്, വിൻഡോസ്, ഡോർസ്. ഇത് ഞാൻ പറയണേ, ഇതൊരു കട്ടൻ വളമാണ്. ഈ കാണുന്ന ലൈറ്റ് ബ്ലൂ കളർ. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കട്ടൻ വള മീൻസ് ഗ്ലാസ് വിൻഡോ. നമ്മൾ ഇതിലെ കാണുന്ന പോലെ ഗ്ലാസ് വിൻഡോ. ഒരു എക്സാമ്പിൾ ഞാൻ തന്നെ കാണിച്ചു തരാം. ഇതാണ്ട് ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഈ കാണുന്ന ഗ്ലാസ് വിൻഡോയാണ് കട്ടൻ വള എന്ന് പറയുന്നത്. ആരാ ഇത്? കട്ടൻ വള എന്ന് പറയുന്നത്. അതിനുശേഷം അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഈ മുറിക്കകത്തോട്ട് വരുന്നത്. ഗ്ലാസ് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ റേഡിയേഷൻ കാണും. റേഡിയേറ്റീവ് ഹീറ്റ് ഗെയിൻ ഈസ് ആൾസോ ദെയർ. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഒരു മെജോറിറ്റി ഹീറ്റ് ഈ സ്പേസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്യാതെ, ഇത് ജസ്റ്റ് ഒരു മതിലാണ്, അതായത് ഒപ്പാക്ക് മെറ്റീരിയലാണ്, ഇതുവഴി അധികം ഹീറ്റ് വരുന്നില്ല എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് ഹീറ്റിലോട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു 5 ടൺ AC വെക്കേണ്ടടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 1 ടണ്ണിൻ്റെ AC എന്ന് കിട്ടുകയും ചെയ്യും. അവിടെ നിന്നുള്ള അത്രയും ഹീറ്റിനെ ഈ AC ക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ ചൂട് കൊണ്ട് പുഴുത്തണിഞ്ഞ് ചാവും. മീൻസ് അത്രയും ചൂട് കാരണം വെന്തുരുകി മരിക്കും. അതിനെക്കാട്ടി നല്ലത് ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം. അത് കൺസിഡർ ചെയ്യണമെങ്കിൽ, അതായത് അതിൽ നിന്ന് വരുന്ന ഹീറ്റ് നമ്മൾ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ആ വാല്യൂസ് ഒക്കെ നമ്മൾ കൊടുക്കണം. വാൾ, വിൻഡോ, ഡോർ, റൂഫ്, സ്കൈലൈറ്റിന് എത്ര, ഇൻഫിൽട്രേഷൻ, ഫ്ലോർ വഴി, ഇത് മെയിനായിട്ട് ഇത് വാൾ വിൻഡോസിന് വഴി എത്ര ഹീറ്റ് വരുന്നു എന്നുള്ള അത് നമ്മൾ കൊടുക്കണം. പിന്നെ ഓരോ വാളും അനുസരിച്ച് അതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ വാല്യൂ, യു വാല്യൂ, ഹീറ്റ് ട്രാൻസ്ഫർ കോഷ്യൻ്റ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് ഇത് വാല്യൂ മാറും. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഷ്യൻ്റ് അതൊക്കെ മാറും. അപ്പോൾ അതൊരു വലിയ ടോപ്പിക്കാണ്. അതിപ്പം ജസ്റ്റ് ഈ വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റില്ല. റൂഫ്, സ്കൈലൈറ്റ്, ഇൻഫിൽട്രേഷൻ, ഫ്ലോർ, പാർട്ടീഷൻ, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സ്പേസ് പ്രോപ്പർട്ടീസ് അപ്പോഴത്തേക്ക് തീരും. അതിനുശേഷം ഇതും കൂടെ മാത്രമേ ഉള്ളൂ, സിസ്റ്റംസ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ. അതാണ് ഏറ്റവും ഫൈനൽ സെക്ഷൻ. അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് ആപ്പ് തീരും. ആപ്പ് അത്രയും അറിഞ്ഞാൽ മതി. ആപ്പിൻ്റെ 90% അത്രത്തോളം അപ്പോഴത്തേക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന സ്പേസിൽ ഈ ഒരു സെക്ഷൻ, വാൾ, വിൻഡോ, റൂഫ്, സ്കൈലൈറ്റ്, ഇൻഫിൽട്രേഷൻ, ഫ്ലോർ, പാർട്ടീഷൻ, ഇതൊരു സെക്ഷനായിട്ട് സെപ്പറേറ്റ് എടുക്കും. പിന്നെ സിസ്റ്റംസ്, ഈ ഒരു ഏരിയ ഫുള്ള് ജനറൽ സിസ്റ്റം കമ്പോണൻറ്റ്, സോൺ കമ്പോണൻറ്റ്, സൈസിൻ്റെ എക്യുപ്മെൻറ്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ. അതാണ് ഞാൻ ഉദ്ദേശിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഏരിയയിൽ ഇത് കൂളിംഗ് ടീ സ്റ്റാറ്റ് സെറ്റ് പോയിന്റ്, ഹീറ്റിംഗ് ടീ സ്റ്റാറ്റ് സെറ്റ് പോയിന്റ്, ത്രോട്ടിലിംഗ് റേഞ്ച്, അതിനെക്കുറിച്ച് പറയാൻ തന്നെ ഒരു വലിയ ലോങ് വീഡിയോ വേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടും പിന്നെ സിസ്റ്റംസ് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടും, സ്പേസിൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞു, ജനറൽ പറഞ്ഞു, ഇന്റേണൽ പറഞ്ഞു, ഈ ഒരു ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ വാൾ, വിൻഡോ, ഡോർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂഫ്, സ്കൈലൈറ്റ് മിക്കതിലും വരാറില്ല. ഇൻഫിൽട്രേഷൻ നേരത്തെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ, ഹോസ്പിറ്റലിൻ്റെ കേസ് പറഞ്ഞ കണക്ക് അവിടെ എത്രത്തോളം ഇത് വരുന്നു എന്നുള്ളത്, എത്രത്തോളം തവണ അത് ഫ്ലഷ് ചെയ്യണം, മീൻസ് ഫ്ലഷ് കൊണ്ട് ഫ്ലഷ്, ഫ്ലോർ
അതിനെക്കുറിച്ചൊക്കെ പറയാം. പാർട്ടീഷൻ അവിടെ ഉണ്ടോ ഇല്ലെന്നനുസരിച്ച് അതും ഹീറ്റ് ഗെയിൻസിൽ വ്യത്യാസം വരുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.